ഹായ് ഗായ്സ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ബിരിയാണി തിന്നുന്ന വീഡിയോ ആണ്. ഇത് വീട്ടിലുണ്ടാക്കിയതാണ് ഗായ്സ്. അത് എനിക്ക് രച്ചുവിന് കുറേ ദിവസമായി ബിരിയാണി തിന്നാൻ ഒരാഗ്രഹം. രച്ചു അവിടെ നിന്ന് തിന്നുന്നുണ്ട്. ഇതാ മാമി തീറ്റി കൊടുക്കുന്നുണ്ട്. അപ്പം ഞങ്ങൾ ഇന്നലെ ഹോട്ടലിൽ പോയി നോക്കി. പക്ഷെ അവിടെ ബിരിയാണി ഇല്ല, മജ്ബൂസാണല്ലോ. അപ്പോൾ ഞാൻ മജ്ബൂസ് വാങ്ങി വന്നു. മജ്ബൂസ് എനിക്ക് അത്ര പിടിച്ചിട്ടില്ല, എനിക്കും ലച്ചുവിനും പിടിച്ചിട്ടില്ല. ഞങ്ങൾ ഇന്നലെ രാത്രിത്തേക്ക് ഉണ്ടായിരുന്നു മജ്ബൂസ്. ഞങ്ങൾ രാത്രി മജ്ബൂസ് തിന്നാണ്ട് കഞ്ഞിയാക്കി കുടിച്ചതാണ്. ചെറുപയർ കഞ്ഞി ഭയങ്കര ഇഷ്ടമാണ്. അന്നേരം മാമി ബിരിയാണി ആക്കി തന്നു. ബിരിയാണിയും പാലട പായസവും സൂപ്പർ പായസമാണ്. ഞാൻ പായസം കുടിച്ചിട്ടുണ്ട്. ഞാൻ ചോറ് ഇപ്പാണ് തിന്നുന്നത്. എനിക്ക് പനിയായിരുന്നു, അപ്പം ഞാൻ ഉറങ്ങിയതാണ്. അപ്പോൾ നമുക്ക് തിന്നാം. അമ്മ ഇങ്ങോട്ട് വാങ്ങും. അമ്മ സീരിയലില് മുഴുകിയതാണ്. അതെങ്ങനെ കേൾക്കും? ഞങ്ങൾ പറയുന്നല്ലോ, ഒന്നും കേൾക്കൂല. വിളിച്ചാൽ തന്നെ പോയി മുട്ടണം. കേക്കത്തില്ല ഗായ്സ്. ഓ, പടക്കളം നാളെയാണ്. ഞാനിപ്പോ ബ്രോമൻസാ അമ്മ എടുത്ത് പോരെ. നമുക്ക് എല്ലാവർക്കും പോയിട്ട് ഒരു ഇറച്ചൂരി എടുത്തില്ലേ? നമുക്ക് എല്ലാവർക്കും കൂടി അങ്ങ് നടക്കാം. വെള്ളം എവിടേക്കല്ലേ? 6:30 7 മണിക്ക് പോവാം. നമുക്ക് അടുത്ത ഞാൻ പറഞ്ഞു വെച്ചിന്. നാളെ 7 മണിക്ക് പോവാണെങ്കിൽ ഞാനൊരു 6 മണിക്ക് എണീച്ചാൽ മതില്ല. ലച്ചുവിന് കറാട്ടുണ്ട്. ലച്ചുവിനെയും കൊണ്ട് വൈകുന്നേരം ഞാൻ വേഗം വിട്ടു ഒരു കറി ആടാക്കി. വൈകുന്നേരം ലച്ചുവിനെ കൊണ്ട് സുബ്രഹ്മണ്യത്തിൽ ഉപ്പുമാവാക്കും. ഞാൻ റവ എനിക്ക് വേറെ എന്തെങ്കിലും തരും പോരാ. ലച്ചുവിന് നാളെ കറാട്ട ഉണ്ട് രാവിലെ. എത്ര മണിക്കാ? 7 മണിയാകുമ്പോഴത്തേക്ക് അവർക്ക് അവിടെ എത്തണല്ലേ. അപ്പോൾ ഞങ്ങൾ നാളെ രാവിലെ അമ്പലത്തിൽ പോകും. ലച്ചു വൈകുന്നേരം പേടിക്കണ്ട, വെട്ടിക്കണ്ട. റിച്ചു ആണ്. ആ, ഇപ്പൊ കൊണ്ടുവരും. അത് പരസ്യ. ലച്ചുവിനെ വൈകുന്നേരം നാളെ സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ കൊണ്ടുപോകാനാണ് വിചാരിക്കുന്നത് അല്ലേ? പായസം എടുത്തൊക്കെ തട്ടാ. അവക്ക് തോന്നുമ്പോ സീരിയലോ സിനിമയൊക്കെ കണ്ടത്. സിനിമ മാത്രമല്ല, സിനിമയും സീരിയലും. ബട്ട് ബൊട്ടിങ്കോ അങ്ങനെ കൊട്ടേണ്ടിട്ടാണ്.
എന്താ ഗൈസ് അത് പെട്ടെന്ന് സമയത്തിൻ്റെ ഒരു പിക്ചേഴ്സ് കാണിച്ചിട്ട് ഒരു പ്രൊഡക്റ്റ് ഒരാളെ വിൽക്കുന്നുണ്ട്. ഇതിങ്ങനെ കട്ട് ചെയ്താൽ മതി. ഇവരെന്താ എല്ലാരും ഞാനിവിടെ അത്യാവശ്യം പറയുന്നതാണ് എടുക്കിട്ടുണ്ട്. ഇങ്ങനെയൊക്കെ പറയാൻ പറ്റാം. ഇങ്ങനെ കട്ട് ഇങ്ങനെ കട്ട് അച്ഛന്റെ വാക്കിൽ പോലും അവൾക്ക് വിലയില്ലെന്നോ? അതിന് അവൾ അങ്ങനെ നടക്കുന്നില്ലല്ലോ അപ്പച്ചി. നടക്കുന്നില്ലെന്ന് നീയല്ലേ പറയുന്നത്? നടക്കുക മാത്രമല്ല, അതിനപ്പുറം പലതും സംഭവിക്കുന്നുണ്ട്. ഈ വീഡിയോ സ്റ്റോപ്പ് ചെയ്ത് ഇതിപ്പോൾ 10 ആയിട്ടുള്ളൂ. 40, 41, 42, 43, 44, 45
ലീവ് അങ്ങോട്ട് നിർത്തുകളെ നമുക്ക് എടുക്കാം. കുടുംബത്തിൽ പിറന്ന പോലെ അപ്പോൾ ഗൈസ് ഞാൻ ചോറ് കഴിഞ്ഞിട്ടുണ്ട്. ക്ഷീണം പിടിച്ചു ഗൈസ്. ബിഗ് ബോസ് തുടങ്ങിയിട്ടുണ്ട്. വയറ് ഫുള്ളായി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ഷെയർ ചെയ്യണം, മാക്സിമം സപ്പോർട്ട് ചെയ്യണേ. ബെൽ ബട്ടൺ മാക്സിമം ഷെയർ ചെയ്തോ.